ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നതാ നമ്മൾ കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത്. ഇന്നത്തെ നമ്മുടെ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ബോഡി കെയർ ആണ് കേട്ടോ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓണമൊക്കെ വരികയാണല്ലോ, അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്കൊന്ന് റെഡി ആവണ്ടേ? യെസ്, അതാണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പോൾ ഹെയറിൽ അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. എനിക്ക് ഇടയ്ക്ക് പനി വരുന്ന സമയത്ത് വല്ലപ്പോഴൊക്കെ പനിയൊക്കെ വരാറുണ്ട്. ആ സമയത്തൊക്കെ ചിലപ്പോൾ നമ്മൾ ഹെയറൊക്കെ വാഷ് ചെയ്യാതിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് പോയി കളിക്കുന്ന താരനുണ്ട്. പക്ഷെ ഇപ്പോൾ ആ പ്രശ്നമൊന്നുമില്ല. അതൊക്കെ ഏകദേശം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെല്ലെ നമ്മുടെ പരിപാടിയിലേക്ക് അങ്ങോട്ട് കിടക്കാം. ഫസ്റ്റ് തന്നെ ഞാനിവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മളൊരു സ്ക്രബ് ഉണ്ടാക്കുകയാണ് കേട്ടോ. സ്ക്രബിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് പച്ചരി, ഉഴുന്ന്, മഞ്ഞൾപ്പൊടി, ആ റെഡ് കളറിലുള്ളത് നമ്മുടെ മഞ്ചിഷ്ടയില്ലേ അതാണ്. പിന്നെ ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. ഓൾറെഡി മറ്റേ കുപ്പിയിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ്. അത് ഞാൻ അത്രയും യൂസ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ ഒരു മിക്സും കൂടി ഇടാണ്. കളർ ചേഞ്ച് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ കുപ്പിയിലുള്ളതിൽ മഞ്ചിഷ്ടേൻ്റെ അളവ് കൂടുതലാണ്. നമ്മളിപ്പോൾ ഉണ്ടാക്കിയതിൽ മഞ്ചിഷ്ട കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് രണ്ടും കൂടി കുറവും കൂടുതലും ആയത് കാരണമാണ് ഈ നിറ വ്യത്യാസം കേട്ടോ. അപ്പോൾ നമുക്കിത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പാത്രത്തിലിട്ട് വെക്കാം. ഇത് നമുക്ക് ഒരു സ്ക്രബായിട്ടും അതേപോലെ തന്നെ ബോഡി വാഷായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടെ കാണിക്കുന്നത് സ്ക്രബാണ്. അപ്പോൾ നമ്മൾ കുളിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ഫുൾ ബോഡിയിൽ തേക്കും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരുന്നതിനുകൊണ്ട് ഞാനിങ്ങനെ ചെറിയ ഭാഗങ്ങളായിട്ട് ഞാനിങ്ങനെ കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതേപോലെ നല്ല തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പം ഞാൻ കയ്യിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ കൈ ഒന്ന് നനച്ചതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു സ്ക്രബ് ബോഡിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിതിൽ എടുത്തിട്ടുള്ള സാധനങ്ങളെ ബെനിഫിറ്റ്സും കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. പച്ചരി നമ്മുടെ ഡെഡ് സ്കിന്നിനെ നീക്കം ചെയ്യും. ഗോതമ്പൊടി അതേപോലെ എണ്ണമയം നീക്കം ചെയ്യുന്നുണ്ട്. മഞ്ചിഷ്ട നമ്മുടെ അൺഈവൻ സ്കിൻ ടോണിനെ ഈവൻ ടോണിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ബാക്ടീരിയകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടും കുരു അണുബാധ വരാതെ സംരക്ഷിക്കാനും അടിപൊളിയാണ്. ഉഴുന്ന് നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള മോയ്സ്ചർ നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെ സ്കിന്ന് ഇങ്ങനെയാണ് കേട്ടോ കഴുകി കഴിഞ്ഞപ്പോൾ ഉള്ളത്. ഇനി നമ്മൾ ചെയ്യുന്നത് ബോഡി ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് വന്നിട്ട് എവർടീൻ ബിക്കിനി ലൈൻ ഹെയർ റിമൂവർ ക്രീമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബിക്കിനി ഏരിയസിലേക്ക് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതേപോലെ കയ്യിലെയും കാലിലെയും ഒക്കെ ഹെയർ എടുക്കാനും വേണ്ടിയിട്ട് നല്ലതാണ്. ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇതിൽ വന്നിട്ടുള്ളത് ക്യാമോമൈൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സ്ട്രാക്റ്റ് ആണ്. ഇത് വന്നിട്ട് നമ്മുടെ സ്കിന്നിന് ചുവപ്പ് നിറം, എരിവൊക്കെ ഉണ്ടാകുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ അപ്ലൈ ചെയ്തിട്ട് ഒരു ടിഷ്യൂ വെച്ചിട്ട് 2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ തുടച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ പെട്ടെന്ന് തന്നെ റിമൂവ് ആയി വരുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഗുണങ്ങൾ അറിയാമല്ലോ. നമ്മൾ ഷേവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന കട്ട്സും റേസർ ബംസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതേപോലെ ഇൻഗ്രോൺ ഹെയർസൊക്കെ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് അടിപൊളിയായിട്ടുള്ളതാണ്. നമ്മൾ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഐക്കാർഡിൽ കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ ഇതിങ്ങനെ തുടയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്ക് രണ്ട് കയ്യിലെയും വ്യത്യാസം മനസ്സിലാകും കേട്ടോ. ഇപ്പോൾ ഞാനൊരു തുണി വെച്ചിട്ട് നനച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചപ്പോൾ രണ്ട് കൈയും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് മനസ്സിലായി. നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നില്ലേ? യെസ്, ഇത് തന്നെയാണ് അതിൻ്റെ ഗുണം. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് ഒരു ഹെയർ പാക്ക് ഇടുക കേട്ടോ. ഈ ഹെയർ പാക്ക് ഇടുന്നതിൻ്റെ മുന്നേ, അതായത് നമ്മൾ ഈ കയ്യിൽ ഹെയർ റിമൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണേൽ ഹെയർ ഓയിൽ ഇടാം കേട്ടോ. ഞാൻ ഹെയർ ഓയിൽ ഇട്ടിട്ടില്ല, പകരം ഞാൻ നേരെ ഹെയർ പാക്കിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ ഹെൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ഒരു നീം പൗഡറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള കഞ്ഞിവെള്ളമാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഗുണങ്ങൾ എന്താണെന്നും കൂടി നമുക്കൊന്നിങ്ങനെ പറഞ്ഞു പോവാം. മേല് താരം വരുന്ന ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന ചൊറിച്ചിൽ, ഫംഗൽ അണുബാധ, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ആര്യവേപ്പ് അടിപൊളിയാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് കഞ്ഞിവെള്ളമാണ് കേട്ടോ. ഇത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഞാൻ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത്. കഞ്ഞിവെള്ളത്തിൽ ഇൻസിറ്റോളും അതേപോലെ തന്നെ അമിനോ ആസിഡും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് നല്ല മുടിക്ക് നല്ലൊരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹെയർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും നല്ലതാണ്. ചില ആളുകൾക്ക് കണ്ടിട്ടില്ലേ, മുടി ഇങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഒരു പ്രശ്നം. ഈ ഒരു ഇഷ്യൂ മാറാൻ വേണ്ടിയിട്ടൊക്കെ ഈ കഞ്ഞിവെള്ളം യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടിയാണ് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഹെയറിൽ ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലെ സ്കാൽപ്പിൽ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ.
നെയിൽസ് യൂസ് ചെയ്യാതെ ഫിംഗേഴ്സ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടതും അതേപോലെ തന്നെ ഒരു മസാജ് കൊടുക്കുന്നതും അടിപൊളിയായിരിക്കും. ഞാൻ ഇതേപോലെ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം മുടീൻ്റെ തുഞ്ച ഭാഗത്തേക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഹെയറിൻ്റെ ടിപ്സൊക്കെ കട്ട് ചെയ്തിട്ട് കുറേ ആയിട്ടോ. ടിപ്പ് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ മുടി ഡാമേജ് ആയിപ്പോവും. ഈ സ്പ്ലിറ്റൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഹെയർ ഞാൻ കട്ട് ചെയ്തിട്ടില്ല. പക്ഷേ എന്തായാലും നമുക്ക് തുഞ്ചൊക്കെ കട്ട് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഇതേതായാലും സ്കാൽപ്പിൽ നന്നായിട്ട് എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് തുഞ്ചത്തേക്കും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്തില്ലേ നമ്മൾ ഫ്രീ ആയിട്ടുള്ള ഒരു സമയം കണ്ടെത്തി ചെയ്യുക. അതായത് വേറെ എവിടെയും പോകാനില്ലാത്ത സമയത്ത് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക. ഈ നീമൊക്കെ നമ്മൾ ഹെയറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഉണങ്ങിയിട്ട് മുടിയിൽ നിന്ന് പോകാൻ ഒരിത്തിരി പ്രയാസമുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ വേറെ എവിടെയും പോകാനോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലാത്ത സമയത്ത് മാത്രം ഈ വക പരിപാടിക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നോർമൽ ആര്യവേപ്പ് ഉണ്ടാവില്ല, നമ്മൾ പറിച്ചെടുക്കുന്ന ലീഫ്, അതാണുള്ളതെങ്കിൽ ജസ്റ്റ് വെള്ളം തിളപ്പിച്ചിട്ട് കുറച്ച് കഞ്ഞിവെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ യൂസ് ചെയ്യട്ടോ. അപ്പോൾ തലയിൽ ആ പൊടി ഇരിക്കും എന്നുള്ള പ്രശ്നം ഉണ്ടാവില്ല. എൻ്റെ കയ്യിൽ ഈ ഒരു പാക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്തോ വാങ്ങിയ സമയത്ത് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പൊടി എടുത്തു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിതാ ഹെയറിൻ്റെ തുഞ്ചം വരെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പുരികത്തിൻ്റെ മേലെയും കൂടി കുറച്ചാക്കി കൊടുക്കുക. അത് ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. ഹെയറിൽ എന്ത് സാധനം ഇട്ടിട്ടുണ്ടെങ്കിലും അതേപോലെ തന്നെ പുരികത്തിൻ്റെ മേലെയും കുറച്ചാക്കി കൊടുക്കും. എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ പാക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതിൽ നമ്മളെ ബോഡിയിലേക്ക് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. ഒരു ബോഡി പാക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് നമ്മുടെ ഉപ്തൻ പൗഡറാണ്. ഗുഡ് വൈബ്സിൻ്റെ ഉപ്തൻ ഇൻസ്റ്റാ ഗ്ലോ പൗഡറാണ് കേട്ടോ. ഇതൊരു 7 days ചലഞ്ച് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ള പൗഡറാണെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഞാൻ അതിൻ്റെ അകത്ത് കുറച്ച് എടുത്തിട്ടുണ്ട്. നോർമലായിട്ട് കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് കടലപ്പൊടി, മഞ്ഞൾ, ചന്ദനം, കർപ്പൂർ, അതേപോലെ നീം, പാൽപ്പൊടി എന്നൊക്കെ പറയുന്നതാണ്. ഇതിൻ്റെ ബെനിഫിറ്റ്സും കൂടി നോക്കാം. കടലപ്പൊടി ഡീറ്റാനിന് നല്ലതാണ്, സ്കിന്ന് ക്ലീൻ ആവാനും അടിപൊളിയാണ്. മഞ്ഞളും ചന്ദനവും ഫ്രഷ് ലുക്കും അതേപോലെ തന്നെ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ കച്ചോലം അല്ലെങ്കിൽ നീം എന്ന് പറയുന്നത് അറിയാമല്ലോ, നമ്മുടെ സ്കിന്നിനെ ബാക്ടീരിയാസിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. മഞ്ഞൾപ്പൊടിയും അത് തന്നെ ചെയ്യണുണ്ട്. പിന്നെ ഇതിൽ പാൽപ്പൊടി യൂസ് ചെയ്തിട്ടുണ്ട്. ചർമ്മത്തിന് നല്ല ഈർപ്പം നൽകാനും സോഫ്റ്റ്നെസ് നൽകാനും അടിപൊളിയാണ് കേട്ടോ. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കഴുകാം. നമുക്ക് കൈയൊക്കെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇനിയാണ് ഞാൻ മെയിനായിട്ടുള്ളൊരു കാര്യം ചെയ്യുന്നത്, ബോഡി ഓയിൽ അല്ലെങ്കിൽ ബോഡി മസാജ് എന്ന് പറയുന്നത് കേട്ടോ. ഇതൊക്കെ ചെയ്യാൻ കുറച്ചധികം സമയം വേണം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഞാൻ അതെങ്ങനെ ചെയ്യണം എന്നും കൂടി ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ബോഡിയിൽ നന്നായിട്ട് തന്നെ ഓയിൽ ഇടുക. ഇത് ഞാൻ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു ഓയിലാണ്. അത് നമ്മൾ ചെയ്തിട്ടില്ല, വീഡിയോ ഒന്ന് ഞാൻ വേറെ തന്നെ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ബോഡി വാഷിന് വേണ്ടിയിട്ടും ഞാൻ നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു പാക്ക് സ്ക്രബില്ലേ, ആ സ്ക്രബ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫുൾ ബോഡി ഒക്കെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ മുഖത്തിലേക്കുള്ള പരിപാടികളാണ്. അപ്പോൾ ഹെയർ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്, ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മൾ ബോഡിയിലേക്ക് യൂസ് ചെയ്ത ആ ഒരു ഓയിലില്ല, അത് തന്നെയാണ് എടുക്കുന്നത്. ഫുൾ ബോഡിയിലും ഫേസിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. ടാനൊക്കെ മാറാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഓയിലാണ്. അത് നമുക്ക് വീഡിയോ വേറെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഫേസിൽ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ജെല്ലില്ലേ, അലോവേര ജെല്ലോ എന്താണെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ ഓയിലാണ് എടുക്കുന്നതെന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ റേസർ എടുത്തിട്ട് ഇതേപോലെ ഹെയർ റിമൂവ് ചെയ്തെടുക്കുക. ഇത് തികച്ചും ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുക. ചില ആളുകൾക്ക് താല്പര്യം ഉണ്ടാകില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഞാൻ ഇത് ചെയ്യാറുണ്ട്. ഇത് ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ സ്കിന്ന് കുറച്ചുകൂടി ബ്രൈറ്റ് ആവുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ഫേസിലുള്ള ഹെയറൊക്കെ പോകുന്ന സമയത്ത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആഫ്റ്റർ കെയർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഫേഷ്യൽ ഹെയർ എടുത്താലും നമ്മുടെ കയ്യിലെ ഹെയർ എടുത്തിട്ടുണ്ടെങ്കിലും എന്താണെങ്കിലും നമ്മൾ ആഫ്റ്റർ കെയർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. കണ്ടോ, ഫേഷ്യൽ ആ ഒരു ഹെയർ എടുത്ത സമയത്ത് തന്നെ ഫേസ് കുറച്ച് ബ്രൈറ്റ് ആയത് നിങ്ങൾ കണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. ഓപ്ഷണൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഫേസ് പാക്കാണ് കേട്ടോ.
ഫേസ് പാക്കിന് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു മിക്സായിരുന്നു ആക്ച്വലി അത് വന്നിട്ട് നമ്മുടെ കറ്റാർവാഴയും മുൾട്ടാണിമിട്ടിയും കൂടി യൂസ് ചെയ്തിട്ടുള്ള ഒരു മിക്സാണ് കേട്ടോ, പൗഡറാണ്. അപ്പോൾ അത് ഞാൻ വാങ്ങിയതാണ്. അത് ജസ്റ്റ് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഫേസിലിട്ടപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നേ. ഇതും അടിപൊളിയാണ്. ഇത് നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ മുൾട്ടാണി മിട്ടീൻ്റെ ഗുണങ്ങളൊക്കെ അറിയാമല്ലോ. എൻ്റേതൊരു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ്. അപ്പോൾ കവിളിൻ്റെ ഭാഗത്ത് അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുക, ടീ സോൺ നല്ല ഓയിലി ആയിട്ടാണ് ഇരിക്കുക. അപ്പോൾ ശരിക്കും ഞാൻ ഈ ഡ്രൈ സ്കിന്നിൻ്റെ കെയറും ഓയിലി സ്കിന്നിൻ്റെ കെയറും ഒരേപോലെ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ ഞാൻ ഫേസ് കവിളിൻ്റെ ഭാഗം അത്ര അങ്ങോട്ടേക്ക് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് വെക്കാതെയാണ് ഈ ഒരു മിക്സിനെ ഞാൻ റിമൂവ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നെറ്റി, മൂക്ക്, താടിയിലെ ആ ഒരു ഭാഗം കുറച്ച് ഡ്രൈ ആയാലും കുഴപ്പമില്ല. കാരണം അവിടെയാണ് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കവിളിൻ്റെ ഭാഗം അത്യാവശ്യം ഡ്രൈ ആയിട്ടാണ് ഇരിക്കുക. പിന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്, ഫേസിൽ നന്നായിട്ട് തന്നെ കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കും. പക്ഷേ നെക്ക് ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫേസിലെ സ്കിന്നും നെക്കിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴുള്ള സ്കിന്നും തമ്മിൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ. സ്കിന്ന് കളർ ചേഞ്ച് ഭയങ്കരമായിട്ടാണ്. അപ്പോൾ ഇപ്പം എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഞാൻ നെക്കിനെയും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നെക്കിലേക്കും കൂടി ഇട്ടിട്ടുണ്ട്, നന്നായിട്ടൊരു മസാജും കൂടി കൊടുത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഒരുപാട് ഡ്രൈ ആക്കാൻ വെക്കുന്നതിന് മുന്നേ തന്നെ ഞാനിത് കഴുകി ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. കറ്റാർവാഴ നമ്മുടെ ചർമ്മത്തിലെ അസ്വസ്ഥതകളും എരിവ് ഒക്കെ മാറ്റി നല്ല തണുപ്പ് വരുന്നൊരു സാധനമാണ്. മുൾട്ടാണി മിട്ടി എന്ന് പറയുന്നത് അധികം ഓയിലിനെ വലിച്ചെടുത്തിട്ട് നമ്മുടെ ഫേസിന് നല്ലൊരു ഫ്രഷ്നെസ് തരാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. ഡ്രൈ സ്കിന്നുകാർ കറ്റാർവാഴ യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. പക്ഷേ മുൾട്ടാണി മിട്ടി യൂസ് ചെയ്തതിൻ്റെ സ്കിൻ ഒന്നുകൂടി ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ അപ്പോൾ എല്ലാ ഭാഗവും നമുക്ക് തുടച്ച് വൃത്തിയാക്കാം. ആക്ച്വലി നമ്മൾ ഫേസിൽ ചെയ്ത കാര്യം തന്നെ നെക്കിലേക്ക് ഇട്ടപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു ഡിഫറെൻ്റ് മാതിരി തോന്നുന്നുണ്ട്. കാരണം നെക്ക് അങ്ങനെ അങ്ങോട്ടേക്ക് ഫേസിലിടുന്ന സമയത്ത് നെക്കിലേക്ക് ഇടാത്തതിന് കാരണം ആ ഒരു മാറ്റം ഭയങ്കര വലുതാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇപ്പോൾ നെക്കിലേക്കും കൂടി ഇട്ടപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലോ കിട്ടിയതുപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലുള്ള പോഴ്സ് ഉണ്ടാവുമല്ലോ, അതൊക്കെ ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുക. അപ്പോൾ അതിനൊന്ന് നമുക്ക് മിനിമൈസ് ചെയ്യിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ടോണിങ് അല്ലെങ്കിൽ മോയ്സ്ചറൈസിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതിന് ആ ഒരു റിസൾട്ട് നമ്മൾ ലോക്ക് ചെയ്ത് വെക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു റോസ് വാട്ടറാണ് കേട്ടോ. അത് ഞാൻ ഫേസിൽ ജസ്റ്റ് നെക്കിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ റിമൂവ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ബോഡിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ബോഡി സ്കിന്നിനെ നമ്മൾ നല്ലൊരു മോയ്സ്ചർ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ആഫ്റ്റർ കെയർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു ബോട്ടിൽ റോസ് വാട്ടർ ഉണ്ട്, അതിലേക്ക് കുറച്ച് ഗ്ലിസറിനും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു സാധനം ഞാൻ കയ്യിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം എൻ്റെ കൈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കാണുന്നുണ്ടോ? ഹെയർ റിമൂവ് ചെയ്തിട്ടുണ്ട് രണ്ട് കൈയിലും. ഒരു കൈയിലാണ് ഞാൻ ആ ഒരു മിക്സ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ട് കൈയിലും ഫുൾ ബോഡിയിൽ നമുക്ക് ഇട്ട് കൊടുക്കുക ഇതേപോലെ തന്നെ. ഇനി ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. എവർടീൻ്റെ പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്ത പോലെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പാച്ച് ടെസ്റ്റ് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ആര്യവേപ്പിൻ്റേതാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക, എന്നിട്ട് മാത്രം ഫുൾ ബോഡിയിൽ യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഇതിൽ പറയുന്ന ഇത്രയും കാര്യങ്ങൾ ഒറ്റയടിക്ക് ചെയ്യാമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് നല്ലോണം അറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ഓരോ ദിവസം വെച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി എളുപ്പമായിട്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളായിട്ടുള്ളൊരു കെയർ ആയിരുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ടാറ്റാ ബൈ ബൈ, സീ യു.